നോമ്പ് തുറന്ന് ക്ഷീണത്തിൽ തെറാവിയൊക്കെ നിസ്കരിച്ചിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. വീണ്ടും താമരശ്ശേരി പുതുപ്പാടിയിൽ ലഹരി ഉപയോഗം മൂലം ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. താമരശ്ശേരി പുതുപ്പാടി മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ നടുക്കത്തിൽ നിന്ന് മുക്തമാവും മുമ്പേ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കേട്ട് നടുങ്ങിയിരിക്കുകയാണ് പുതുപ്പാടി. അതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഉമ്മയെ കൊന്ന ആഷിഖും ഇപ്പോൾ ഭാര്യയെ കൊന്ന യാസറും ഒറ്റ ഫ്രെയിമിൽ. അതായത് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. മാത്രവുമല്ല, ലഹരി ഉപയോഗിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും മിടുക്കരുമാണ്. ഇവർ ഒരേ മാഫിയയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു കാര്യം ഈ നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവർ വലിയൊരു ഗ്യാങ് തന്നെയാണ്. ഒരാൾ ഉമ്മയെ കൊലപ്പെടുത്തി. ഇത് ആഷിഖിന്റെ മറ്റൊരു കൂട്ടുകാരൻ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈങ്ങാപ്പുഴക്കടുത്ത് കക്കാട് നക്കലമ്പാട് ഇന്ന് നടന്ന അരുംകൊല വിശ്വസിക്കാനാവാതെ നാട്ടുകാർ. കക്കാട് നാക്കിലമ്പാട് അബ്ദുറഹിമാൻ എന്ന കുഞ്ഞിയുടെ മകൾ ഷിബിലിയാണ് മരണപ്പെട്ടത്. ഭാര്യയെയും ഭാര്യയുടെ പിതാവിനെയും മാതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു ഒരുമിച്ച് കഴിയുകയായിരുന്നു ഇരുവരും. സ്കൂൾ കാലം മുതൽക്കുള്ള പ്രണയമാണ്. ഇരുവരുടെയും വീടുകൾ അടുത്തടുത്താണ്. യാസറിന്റെ സ്വഭാവവും കുടുംബ പശ്ചാത്തലവുമെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ഷിബിലിയുടെ വീട്ടുകാർ ഈ വിവാഹത്തെ എതിർത്തു. വീട്ടുകാരെ സമ്മതമില്ലാതെ യാസറിന്റെ കൂടെ ഷിബിലി ഇറങ്ങിപ്പോകുകയായിരുന്നു. പിന്നീട് മകളെയും മരുമകനെയും വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തു. യാസർ ലഹരി മാഫിയയുടെ ഒരു വലിയൊരു കണ്ണിയാണ്. MDMA പരസ്യമായും രഹസ്യമായും വിൽക്കുന്ന തൊഴിലുമുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യുവാവിന്റെ നിരന്തരമായ ലഹരി ഉപയോഗം മൂലം സഹികെട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതായിരുന്നു ഷിബില. ഉപദ്രവം പതിവായതോടെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് വൈകിട്ട് തന്നോടൊപ്പം വരണമെന്നാവശ്യപ്പെട്ട് യുവാവ് ഷിബിലയുടെ വീട്ടിലെത്തിയത്. ഷിബിലയെയും മാതാപിതാക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. മയക്കുമരുന്ന് ലഹരിയിലാണ് ആക്രമണമെന്നാണ് പറയുന്നത്. യാസർ ലഹരിക്ക് അടിമയാണെന്നാണ് പരാതി. വെട്ടേറ്റു മരിച്ചത് യാസറിന്റെ ഭാര്യ ഷിബിലയാണ്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹിമാൻ, മാതാവ് അസീന എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അബ്ദുറഹിമാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. യാസിറിനെതിരെ നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് പരാതി ഗൗരവത്തിലെടുത്തില്ല എന്നും ആരോപണമുണ്ട്. നേരത്തെ പലതവണയായി ഷിബിലയെ യാസിർ മർദ്ദിച്ചിരുന്നുവെന്ന പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ ലഹരി കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. ലഹരി നമ്മുടെ നാട്ടിൽ മുക്കിലും മൂലയിലുമൊക്കെ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ തലമുറ മുക്തമാകുന്നത്? ഒരുപാട് സംഘടനകളൊക്കെ ലഹരിക്കെതിരായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പുതുപ്പാടിയിൽ തന്നെ രണ്ടാമത്തെ കൊലപാതകമാണ്, അതും ലഹരി ഉപയോഗം കൊണ്ട്. അള്ളാഹു നമ്മളെ കുട്ടികളെ ഈ ലഹരിയിൽ നിന്നു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ കേൾക്കാൻ പാടില്ലാത്ത പല പല വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കേൾക്കാനും സഹിക്കാനും പറ്റാത്ത അവസ്ഥയിലായി.